ടെക്നോളജി സൊല്യൂഷന്റെ പുതിയൊരു പ്രൊജക്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മള് ഒരു രസത്തിനോട് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലായിരുന്നു നമ്മളെ ടെക്നോളജി സൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ 2-3 മാസം ഡിലേ ഒക്കെ ആയി. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നാ പിന്നെ ഒരു വെറൈറ്റി ഐറ്റം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരു അടിപൊളി സാധനം, ഒരു അടിപൊളി പ്രൊജക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സംഭവം വളരെ സിമ്പിൾ ആണ്. സാധനം കാണിച്ചു തരാം. സംഭവം ഇതാണ് നമ്മൾ ചെയ്ത വെറൈറ്റി പ്രൊജക്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊജക്റ്റ് ആണിത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് കുറഞ്ഞ കമ്പോണന്റ്, ഏകദേശം ഒരു 3 ഹാർഡ്വെയർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കുഞ്ഞു പ്രോഗ്രാം വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സിമ്പിൾ പ്രൊജക്റ്റ് ആണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനലും വീഡിയോസും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് അങ്ങനെ എല്ലാ പുതിയ പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു LED പ്രൊജക്ട് നമുക്ക് ചെയ്യാൻ വേണ്ട മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ ആർഡിനോ നാനോ ബോർഡാണ്. നമുക്ക് എല്ലാ ലോക്കൽ മാർക്കറ്റിലാണ് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കുഞ്ഞു സാധനം. ഒരു 250 രൂപ റേറ്റിന് നമുക്ക് ഈ ഒരു ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. ഇതിനകത്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് LED-നെ. പിന്നെ വേണ്ടത് നമുക്ക് LED മാട്രിക്സ് ആണ്. 8x8 പിന്നെ അഡ്രസ്സബിൾ LED ആണിത്. ഇതിനകത്ത് യൂസിന് I2C പ്രോട്ടോക്കോളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഡാറ്റയ്ക്ക് ഒറ്റ വയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ 64 8x8 എന്ന് പറയുമ്പോൾ അതിൻ്റെ 64 LED ഉണ്ടാവും. 64 LED പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒറ്റ ഡാറ്റത്തിന് നമുക്ക് ആവശ്യമുള്ളൂ. എല്ലാ LED-കകത്തും ഓരോ IC വെച്ചിട്ടുണ്ട്. ആ IC ആണ് നമുക്ക് ഈ ഒരു ക്യാപ്പബിലിറ്റി തരുന്നത്. ഇത് RGB ആണ് ഒരു LED വരുന്നത്. ഇത് ഒരു 5 വോൾട്ട് സപ്ലൈയും ഗ്രൗണ്ടും ഡാറ്റ വിനും മാത്രം കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന്റെ കാര്യം, കാരണം ഇത് ഫ്ലെക്സിബിൾ അല്ല. ഇത് സാധാ PCB ആണ്, ഭയങ്കര തിക്കായ PCB ആണിത്. ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സെയിം സാധനം തന്നെയാണ്, സെയിം LED. ഇപ്പോൾ ഇത് സ്ട്രിപ്പാണ്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആയ സ്ട്രിപ്പാണിത്. ഇതാണ് നമ്മൾ ഉപയോഗിച്ച് ചെയ്തത്. അപ്പോൾ അതിന് ഇത്രയും ഡിസ്റ്റൻസ് കൂടുതൽ വന്ന് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ തന്നെ ഫ്ലെക്സിബിൾ ബോർഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ കുറെ കൂടി സൈസ് ചെറുതായിരിക്കും, പിന്നെ കുറെ കൂടി കാണാൻ ഭംഗിയായിരിക്കും. നമുക്കതിപ്പം ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്ട്രിപ്പിനകത്ത് ചെയ്തത്. ഇത് WS2812 എന്ന് പറയുന്ന അഡ്രസ്സുള്ള LED ആണ് സ്ട്രിപ്പ്. ഇതും സെയിം സെറ്റപ്പ് തന്നെ. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഡാറ്റ ഇന്ന്, ഡാറ്റ ഔട്ട്. ഇതിങ്ങനെ ഡാറ്റ പോകുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന ബോട്ടിങ്ങിന് ഒരു മാർക്കറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതും 5 വോൾട്ട് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ്, LED ആണ്. ഇതാണ് ഉപയോഗിച്ചത്. പിന്നെ വേണ്ടത് ഈ ഒരു മൈക്ക് മൊഡ്യൂളാണ്. ഇത് ആർഡിനോക്കകത്ത് കണക്ട് നമ്മളെ സംസാരിക്കുന്ന വോയിസ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്കിന്റെ മൊഡ്യൂള്. ഇതിനകത്ത് ഈ ട്രിമ്പോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 സാധനം, അതായത് ഒരു മൈക്ക് മൊഡ്യൂള്, ആർഡിനോ നാനോ, പിന്നെ ഒരു WS2812 സ്ട്രിപ്പ്, ഇത്രയും സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്ത് നോക്കാം. മൈക്കോഡുകൊണ്ടൊന്നും ഹെഡർ പിന്നൊന്നും ആവശ്യമില്ല. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ മൈക്ക് മൊഡ്യൂൾ 5 വോൾട്ടിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മൈക്കിന്റെ ആർഡിനോന്റെയും ഹെഡർ പിന്നൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ആ മൈക്കിന്റെ 5 വോൾട്ട് ഇൻപുട്ട് സപ്ലൈ ആർഡിനോ കൊടുക്കുക, ഗ്രൗണ്ടും കൊടുക്കുക. പിന്നെ ഡാറ്റ ഔട്ട് അനലോഗ് A7 പിന്നിലും അത്രയും കൊടുത്തു കഴിഞ്ഞാൽ മൈക്ക് കണക്റ്റ് ആയി. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഈ മാട്രിക്സ് നമ്മൾ ചെയ്തെടുത്തതാണ് 8x8. ആ ഡാറ്റ പോകുന്ന കറക്റ്റ് ശ്രദ്ധിച്ചു കൊടുത്തില്ലെങ്കിൽ LED വർക്കാവില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. മാർക്ക് കറക്റ്റ് ചെയ്തിട്ട് ഷോർട്ടി കൊടുക്കണം. പിന്നെ സപ്ലൈ അതിൻ്റെതും നമുക്ക് ആർഡിനോയുടെ 5 വോൾട്ട് സപ്ലൈക്കകത്ത് കൊടുക്കാം. അതും മൈക്കും പാരലൽ ചെയ്ത് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു 470 ohmsന്റെ റെസിസ്റ്റർ വേണം. D6 നമ്മുടെ LED സ്ട്രിപ്പിന്റെ ഡാറ്റ കൊടുക്കുമ്പോൾ ഒരു റെസിസ്റ്റർ നല്ലതായിരിക്കും. കാരണം പറഞ്ഞുകൊണ്ടല്ല, ഫസ്റ്റ് വരുന്ന സ്പൈക്കിനകത്ത് സ്വിച്ചും പൾസിനകത്ത് ആദ്യത്തെ LED അടിച്ചുകൊണ്ട് സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിസ്റ്റർ ഇടുന്നത്. ഒരു സേഫ്റ്റി റെസിസ്റ്റർ ആണത്.
ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞ്. സംഭവം സിമ്പിളാണ്. ഇനി നമുക്കിത് പ്രോഗ്രാം ചെയ്യണം. അതിന് നമ്മുടെ USB കേബിൾ കണക്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ കണക്ട് ചെയ്തിട്ട് Arduino IDE ഈ പ്രോഗ്രാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഒരു പ്രോഗ്രാം കമ്പയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ പരിപാടി കഴിഞ്ഞു. പിന്നെ ട്രിം പോർട്ട് തിരിച്ച് നമുക്ക് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് മാക്സിമം അടുത്തുനിന്നുള്ള വോയിസ് മാത്രം പിക്കപ്പ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. റിപ്പീറ്റിനനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുന്നതാണോ, സ്മൈലി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാമിങ്ങിൻ്റെ സെറ്റപ്പ്. അപ്പോൾ സംഭവം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നോക്കി നമുക്കൊരു മാസ്കിനകത്തേക്ക് കയറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ 2 മാസ്ക് എടുത്തിട്ടുണ്ട്. മാസ്കിനകത്ത് നമ്മൾ ഇതിൻ്റെ ഇത് 2 സൈഡ് ഫോം ടൈപ്പാണ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കിടന്നോളാം. ഇതിന് കറക്റ്റ് ചെയ്യുന്ന സെൻട്രലായിട്ട് നമ്മൾ മാസ്കിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ആദ്യം മുകളിലോട്ടേക്ക് കയറണ്ട. കാരണം അവിടെ മൂക്കിൻ്റെ ഈ വരുന്നുണ്ട്. അതിലേക്ക് അങ്ങോട്ടേക്ക് കയറണ്ട. മാക്സിമം ഇറക്കി എന്നാൽ പുറത്തു പോകാത്ത രീതിയിൽ ഇതിന് പ്ലേസ് ചെയ്തിട്ട് നല്ലോണം ഒട്ടിക്കാം. നമ്മൾ ഏകദേശം വായയുടെ ഒരു സെൻട്രൽ ഭാഗം വരുന്നത് ഇവിടെയാണ് മൈക്ക് ഫിറ്റ് ചെയ്തത്. ഇത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യണം. ഇത് നമ്മൾ പുറത്തേക്ക് ഇട്ട് Arduino. ശേഷം നമ്മൾ രണ്ടാമത്തെ മാസ്ക് വെച്ച് തൽക്കാലത്തേക്ക് ഈ മാസ്ക് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാസ്ക് ഉണ്ടായിരുന്നു. കറക്റ്റ് വെച്ച് അടിച്ച് നമ്മളിതിൻ്റെ പുറത്തും ഫോൺ ടാപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഈ മാസ്ക് ഇതിന് ഒട്ടിക്കണം. ഇത്രയും സംഭവമുള്ളൂ. പക്ഷെ നമ്മൾ ഈ വൈറ്റിനകത്ത് നമ്മൾ ലൈറ്റ് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ബ്ലാക്ക് ഒരു സോക്സിന്റെ ബേസാണ് ഇത് ഉപയോഗിച്ചിട്ട് ആ റിഫ്ലക്ഷൻ കുറക്കും. അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 4 സൈഡ് സ്റ്റിച്ച് ചെയ്യണം. നല്ല സെക്യൂർ ആയി നിന്നോളൂ. നമുക്ക് കവർ ചെയ്യാം. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയുള്ള നമ്മളെ സംസാരിക്കുന്ന മാസ്ക് LED മൗത്താണിത്. LED ഫേസ് മാസ്ക്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നു. അത്യാവശ്യം ഒരു എന്താ പറയണ്ട ഒരു കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രോജക്റ്റാണ്. അപ്പൊ ഇതിനകത്ത് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു മാസ്ക് ചെയ്യാൻ ഉപയോഗിച്ച പ്രോഗ്രാമും ഇതിന്റെ ഉപയോഗിച്ച കമ്പോണൻസിന്റെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും.